ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോസ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് മൂലം വരുന്ന തൈറോയ്ഡ് ഡിസോർഡറിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാലം. നമുക്ക് മിക്കവാറും ആൾക്കാർ ഈ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നു. അപ്പം പലർക്കും ഒരു സംശയം, എന്തിനാണ് കഴിക്കുന്നത്? തൈറോയിഡിനെ കുറയ്ക്കാനുള്ള മരുന്നാണോ അതോ തൈറോയിഡിന് ഹോർമോണിനെ കൂട്ടാനുള്ള മരുന്നാണോ സംശയമുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയ്ഡ് ഹോർമോൺ ഡെഫിഷ്യൻസി. തൈറോയ്ഡ് ഗ്രന്ഥി ഹോർമോൺ ഉണ്ടാക്കാത്തതുകൊണ്ട് വരുന്ന അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. അതിൻ്റെ പ്രധാന സിംറ്റംസ് നമുക്കറിയാം. എപ്പോഴും അമിതവണ്ണം വയ്ക്കാം, വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, പിന്നെയുള്ള കോൺസ്റ്റിപ്പേഷൻ വരാം, പിന്നെ പീരിയഡ്സ് ഇറഗുലാരിറ്റി, കൂടുതലായിട്ട് പീരിയഡ്സൊക്കെ വരാണെങ്കിൽ കൂടുതലായിട്ട് ബ്ലീഡിങ് വരാം, പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻ വരാം, പിന്നെ തിന്നിങ് ഓഫ് ഹെയർ, നമ്മുടെ ഹെയറൊക്കെ തിന്നിയത് ലോസ് ഓഫ് ഹെയർ ആകുമ്പോൾ തലമുടിയൊക്കെ പൊഴിഞ്ഞു പോകാം. അപ്പം അങ്ങനെയുള്ള സിംറ്റംസ് വരുന്നതാണ് കൂടുതലായിട്ട് തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പം തൈറോയ്ഡ് ഹോർമോണ് നമ്മൾ ഗ്രന്ഥി ആവശ്യത്തിന് ഉണ്ടാക്കുന്നില്ല. ചിലപ്പം പിറ്റ്യൂട്ടറി എന്നുള്ള പ്രശ്നമായിരിക്കും. പിറ്റ്യൂട്ടറി തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആവശ്യമില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി ഹോർമോൺ ഉണ്ടാക്കുന്നില്ലായിരിക്കും. എന്നിരുന്നാൽ പോലും ഇത് മിക്കവാറും ആൾക്കാർ, നല്ലൊരു ശതമാനം നമ്മുടെ ഈ പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യയിൽ ഇതുണ്ട്. പ്രത്യേകിച്ച് ലേഡീസിനാണ് കൂടുതലായിട്ട് കാണുന്നത്. അല്ല, ആണുങ്ങൾക്കുണ്ട് ഹൈതൈറോയ്ഡ്. ചിലർക്ക് ഗോയിറ്റർ കാണും, മുഴ കാണും, ചിലർക്ക് കഴുത്തേലും മുഴയൊന്നും കാണണമെന്നില്ല. വളരെ ചെറിയൊരു മുഴ, സ്കാൻ ചെയ്താൽ പോലും ചെറിയൊരു മുഴ കാണുന്നുള്ളൂ. അപ്പോൾ അതിന് മനസ്സിലാവും മുഴ കൊണ്ടല്ല അത് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഗോയിറ്റർ കൊണ്ടല്ല. ചിലപ്പോൾ നോർമൽ തൈറോയ്ഡ് ആയിരിക്കും. ആ തൈറോയ്ഡ് ചില പ്രത്യേക സാഹചര്യം, ഇപ്പോൾ ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ്, ഹഷിമോട്ടോസ് തൈറോയിഡിസ്, അല്ലെങ്കിൽ നമ്മൾ ഇത് കൂടെ എന്തെങ്കിലും ചില ഡ്രഗ്സ് കഴിച്ചാൽ വരാം. ഇപ്പോൾ ലിഥിയം ഡ്രഗ് അല്ലെങ്കിൽ അമയോഡ്രോൺ പറഞ്ഞാൽ ചില ഡ്രഗ്സ് കഴിച്ചാൽ പോലും, നമ്മൾ ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻ, ചില പർട്ടിക്കുലർ ഡ്രഗ്സ് കഴിച്ചാൽ പോലും തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകുന്ന കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയ്ഡ് ഹോർമോണ് നമുക്ക് കുറവുണ്ട്. നമ്മളിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ സാധാരണ നമ്മുടെ ക്ലിനിക്കിലെ രോഗികൾ വരികയാണ്, നമ്മളിടയ്ക്ക് അവർ ബ്ലഡ് ടെസ്റ്റ് നോക്കും. മിക്കവാറും സിംറ്റം പറഞ്ഞിട്ട് പറയാൻ പലപ്പോഴും നമ്മൾ റൂട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോഴാണിത് തൈറോയ്ഡ് ഹോർമോൺ കുറവാണ്. പല അസുഖങ്ങളെ കുറവായി, ചിലപ്പോൾ ഡിപ്രഷൻ വരെ വരാം. അപ്പം പലപ്പോഴും ഡിപ്രഷൻ വരും, അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും. അപ്പം തൈറോയ്ഡ് ഹോർമോൺ റിപ്ലേസ് ചെയ്താൽ ട്രൈഗ്ലിസറൈഡ് നോർമൽ ചിലപ്പോൾ ഡിപ്രഷൻ വരെ മാറും. അപ്പോൾ പലപ്പോഴും നമ്മൾ TSH ഇപ്പോൾ ഒരു റൂട്ടീൻ ടെസ്റ്റിൻ്റെ ഭാഗമായി മാറി. ഇപ്പം തൈറോയ്ഡ് ഹോർമോൺ നോക്കുക എന്നുള്ളത്, അളവ് എങ്ങനെയുണ്ട്, T3, T4 അല്ലെങ്കിൽ T3 ട്രൈ ഐഡോ തൈറോയ്ഡ്. അതാണ് നമുക്ക് യൂസ് ചെയ്യാവുന്ന ബ്ലഡിലുള്ള ഹോർമോൺ, ആക്റ്റീവ് ഫോം ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. T4 ഞാൻ ബൈൻഡ് ചെയ്തേക്കുന്നത്, ആൽബുമിനാണ് ബൈൻഡ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് T3 കുറയുമ്പോൾ ചിലപ്പം T4 കൺവേർട്ട് ചെയ്യും T3യിലേക്ക്, ടെട്രാ തൈറോയ്ഡ്. പിന്നെ TSH പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന സ്റ്റിമുലേറ്ററി ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്ററി ഹോർമോൺ. അത് നമുക്ക് തൈറോയ്ഡ് അല്ലെങ്കിൽ ഗ്രന്ഥി ആക്റ്റീവ് അല്ലാത്തപ്പം പിറ്റ്യൂട്ടറി എന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതലായിട്ട് ഹോർമോൺ സെക്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസിനെ പറ്റും TSH കൂടി നിൽക്കും, തൈറോയ്ഡ് സ്റ്റിമുലേറ്റ് പിറ്റ്യൂട്ടറി എന്നുള്ള, കാരണം തൈറോയ്ഡ് ആക്റ്റീവ് അല്ല. അപ്പം ഹൈപ്പർ വരുമ്പോഴത്തേനും ട്രൈ ആയിട്ടോ T3 കൂടുതലായിരിക്കും, T4 കൂടി നിൽക്കുക. അപ്പം നമുക്ക് ഈ വീഡിയോ ഞാൻ പറയുന്നത് ഹൈപ്പോതൈറോയിഡിസിനെ പറ്റി. അപ്പം നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, പീരിയഡ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ട്, ഡ്രൈ ഹെയർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫറ്റിഗ് ഉണ്ട്, അല്ലെങ്കിൽ ജനറൽ വീക്ക്നെസ് ഉണ്ട്, തിന്നിങ് ഓഫ് ഹെയർ ഉണ്ട്, ലോസ് ഓഫ് ഹെയർ ഉണ്ട്. ഈ സിംറ്റംസൊക്കെയാണ് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ നോക്കണം. അളവ് കുറവാണ് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യണം. പല ലെവലുള്ള അളവുണ്ട്. 12 തൊട്ട് 25 മില്ലിഗ്രാം, അല്ലെങ്കിൽ 25 മൈക്രോഗ്രാം, 50 മൈക്രോ, 75 മൈക്രോഗ്രാം, 125, 100, അല്ലെങ്കിൽ 150, 200 മൈക്രോഗ്രാം വരെ ഡോസുകളുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് ആ ഹോർമോണിൻ്റെ അളവ്, TSH അല്ലെങ്കിൽ T3യുടെ അളവനുസരിച്ചാണ് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുക. നമ്മൾ ഫ്രീ T4 എന്ന ഹോർമോൺ നോക്കും, അല്ലെങ്കിൽ TSH നോക്കും. പിന്നെ ചിലർ നമ്മൾ ഇത് ഭയങ്കര ഹൈ വാല്യൂ കാണുന്നു, മരുന്ന് കൊടുത്ത് കുറയുന്നില്ല, നമ്മൾ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് നോക്കും. അപ്പം 2 ടൈപ്പ് ആൻറ്റിബോഡീസ് ഉണ്ട്, അത് നമ്മൾ നോക്കാറുണ്ട്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റ് ആ ആൻറ്റിബോഡീസുകളെ നോക്കിയിട്ട് നമ്മൾ ഓട്ടോഇമ്യൂൺ ആണെന്ന് നോക്കും. അങ്ങനെയുള്ള നമ്മൾ ജീവിതകാലം മുഴുവൻ സ്ഥിരമായിട്ട് ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ പ്രഗ്നൻസി അല്ലെങ്കിൽ നോക്കുന്നവരുണ്ട്, ഇൻഫെർട്ടിലിറ്റി ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർ, പ്രായമുള്ളവരൊക്കെ അവർക്ക് നല്ല കറക്ഷൻ ആവശ്യമാണ്. കാരണം തൈറോയ്ഡ് ഹോർമോൺ അവർ വളർച്ചയെ ബാധിക്കും. കുഞ്ഞു പിള്ളേരൊക്കെയാണ് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ കുറവെന്ന് കഴിഞ്ഞാൽ അവർക്ക് പൊക്കം കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊക്കം വയ്ക്കുകയില്ല. അപ്പം പിള്ളേരെ നമ്മൾ നോക്കണം, വളരുന്ന പ്രായക്കാരെ നോക്കണം, പ്രഗ്നൻസി നോക്കണം, ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ആവശ്യമുണ്ട്. അതുകൂടാതെ പ്രായമുള്ളവർക്ക്, ഇവർക്കെല്ലാം തൈറോയ്ഡ് ഹോർമോൺ മെറ്റബോളിക് ഹോർമോണാണ്. അപ്പോൾ അത് വന്നാൽ ബോഡിയുടെ എല്ലാ സിസ്റ്റവും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് റൂട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗം നോക്കുന്നില്ല, പിന്നെ സിംറ്റം ഉള്ളവർ നോക്കുന്നില്ല. അത് നമ്മൾ ഡോക്ടറെ കണ്ട് അഡിക്വേറ്റ് ഡോസ് നമ്മൾ കഴിക്കുക. 3 മാസം അല്ലെങ്കിൽ അതിൻ്റെ ആ ഗുളിക തീരുമ്പോൾ, ഒരു 100 ഗുളിക അല്ലെങ്കിൽ 120 ഗുളിക ഡിപ്പിലുണ്ട്, ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ അത് തീരുന്ന മുറയ്ക്ക് നമ്മൾ നോക്കണം. നോക്കിയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോക്ടറെ കണ്ട് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ചിലപ്പോൾ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നോർമലായെന്ന് അർത്ഥമില്ല. നമ്മൾ അത് ഇടയ്ക്ക് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും.
അത് കെമിക്കലല്ല, നോർമൽ ബോഡിക്ക് വേണ്ട ഹോർമോണാണ്, തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്നതാണ്. ബോഡിയുടെ എല്ലാ സിസ്റ്റവും ഫങ്ഷൻ ചെയ്യുന്നത് ആവശ്യമുണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് അമിതവണ്ണം ഈ സിംറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ക്ഷീണം തോന്നണം, നോക്കുന്നിട്ട് കുഴപ്പമില്ല, വൈറ്റമിൻ ഡി പോലെ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബോഡിയുടെ എല്ലാ സിസ്റ്റത്തെയും പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കും. താങ്ക് യു.